പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൃഷ്ണയെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളുമായി മുന്നിലേക്ക് പോകാൻ തീരുമാനം എടുത്തിരിക്കുന്ന ഭരത്, ഇതേ തുടർന്ന് കൃഷ്ണയുടെ കാറിൽ വിഷവാതകം ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതോടെ കാര്യങ്ങളെല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ നടക്കുമെന്നും കാറ് സ്റ്റാർട്ടായി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഈ വാതകം പുറത്തേക്ക് വരുമെന്ന് ഭരത് പറയുകയും ചെയ്യുന്നു സിദ്ധുവിനോട്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്ന് സിദ്ധു ചോദിച്ചതിനെ തുടർന്ന് ഈ വാതകം സ്പ്രേ പോലെയാണ് എന്നും ഫ്രഷ്നറായി ആ കാറിൽ ഇരിക്കുന്നവർക്ക് തോന്നും എന്നും അറിയിക്കുന്ന ഭരത്, പക്ഷേ ശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നീടാണ് ഇതിൻ്റെ പണി വരിക എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ അത് നല്ലൊരു ഐഡിയയാണ്, നമ്മളാണ് ഇത് ഫിറ്റ് ചെയ്തത് എന്ന് തോന്നുകയുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് നിഷ്പ്രയാസം രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്യും എന്ന് അറിയിക്കുകയും ചെയ്യുന്ന സിദ്ധു, ഇതേ തുടർന്ന് കാര്യങ്ങളിനെ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പക്ഷേ ഇതിനിടയിൽ അവരുടെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. പുറത്തേക്ക് പോകുന്നതിനായി ഉമ കാറെടുത്തു പോയതിനെ തുടർന്ന് കൃഷ്ണയ്ക്ക് വെച്ച കെണി ഉമയ്ക്കായിരിക്കുമോ കിട്ടുക എന്ന് ഭയപ്പെടുകയാണ് അവർ. അതുകൊണ്ട് തന്നെ ഉടൻ അവിടേക്ക് പിന്നാലെ പോകണമെന്ന് തീരുമാനമെടുക്കുകയും കാറെടുത്തുകൊണ്ട് അവർ യാത്ര തുടരുകയും ചെയ്യുന്നു. പക്ഷേ പിന്നാലെ പോകുമ്പോഴാണ് അപ്രതീക്ഷിതമായി സിദ്ധുവിന് അസ്വസ്ഥത അനുഭവപ്പെടുന്നത്. വണ്ടി നിർത്താൻ ആവശ്യപ്പെടുന്ന സിദ്ധു തനിക്കാകെ വയ്യാത്ത പോലെ തോന്നുന്നുണ്ട് എന്ന് പറയുകയും തൻ്റെ ശരീരമാകെ തളരുന്നതായി അറിയിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് അതെങ്ങനെയാണ് സംഭവിക്കുക എന്ന് ആലോചിച്ച് ഭരത് നോക്കുമ്പോഴാണ് ആ ഫ്രഷ്നർ വണ്ടിയിലിരിക്കുന്നത് കാണുന്നത്. ഇതോടെ എങ്ങനെയാണ് കൃഷ്ണയുടെ കാറിൽ വെച്ച ഫ്രഷ്നർ ഈ കാറിലേക്ക് വരിക എന്ന് ഭരത് ആലോചിക്കുന്നു. ആരെങ്കിലും ഇത് മാറ്റിവെക്കാതെ ഈ കാറിൽ ഈ ഫ്രഷ്നർ വരികയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നും നമ്മളെ ആരോ ചതിച്ചിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന ഭരത് കാറിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള നിർദ്ദേശം സിദ്ധുവിന് നൽകിയിരിക്കുകയാണ്. ഉടൻ തന്നെ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്ന സിദ്ധു ഇതേ തുടർന്ന് ആദ്യമൊക്കെ പരാക്രമം കാണിക്കുന്നുവെങ്കിലും ജീവൻ രക്ഷപ്പെടുകയാണ്. ഇതോടെ സിദ്ധുവിനോട് ഈ ഫ്രഷ്നർ മാറ്റിവെച്ചത് മറ്റാരുമല്ല, മണിക്കുട്ടി തന്നെയാകും. അവൾക്ക് മാത്രമേ ഇതിനുള്ള ബുദ്ധി വീട്ടിലുള്ളൂ. അവളൊരു കുരുട്ട് ബുദ്ധിക്കാരിയാണ്. നമ്മുടെ പദ്ധതികൾ മുഴുവൻ അവൾ കേട്ട് കാണണം. അതുകൊണ്ടായിരിക്കും അവൾ ഇങ്ങനെയൊരു തിരിച്ചടി നമുക്ക് തന്നത്. നമ്മൾ മാറിയ തക്കം നോക്കി ആ കാറിൽ നിന്ന് ഫ്രഷ്നർ എടുത്തു മാറ്റി ഈ കാറിലേക്ക് വെച്ചതായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇനി നമ്മുടെ ഓരോ നീക്കവും നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം നമ്മുടെ കൃഷ്ണയുടെ ജീവിതത്തിൽ പുതിയ വഴിത്തിരിവുകൾ വന്ന് സംഭവിക്കുകയാണ്. ഡോക്ടറെ ചെന്ന് കാണുന്ന കൃഷ്ണയോട് കൃഷ്ണയെ സഹായിക്കുന്നതിനായി മുന്നിലേക്ക് വന്നത് ലക്ഷ്മിയും മകനുമാണ് എന്നുള്ള കാര്യം ഡോക്ടർ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇത് കാണുന്ന കൃഷ്ണ തന്നെ സഹായിക്കാൻ മുന്നോട്ട് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നുള്ള കാര്യം അറിയിക്കുകയും മാത്രവുമല്ല തൻ്റെ ജീവിതമാണ് രക്ഷപ്പെടാൻ പോകുന്നത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ടതിനെ തുടർന്ന് കൃഷ്ണയല്ല, മറിച്ച് ഞങ്ങളാണ് നന്ദി പറയേണ്ടത്. മണിക്കുട്ടി കാരണമാണ് തൻ്റെ മകൻ്റെ ജീവൻ രക്ഷപ്പെട്ടത്. അതിന് പ്രത്യുപകാരമായി ചെയ്യുന്ന ഒരു കാര്യമായി കണ്ടാൽ മാത്രം മതി ഇതിനെ എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അവർ. ഇത് കേട്ടതിനെ തുടർന്ന് കൃഷ്ണയ്ക്കും സന്തോഷമാകുന്നു. എന്നാൽ ഇതേ തുടർന്ന് കൃഷ്ണയെ ഞെട്ടിച്ചുകൊണ്ട് രാധികയെ അറിയാമെന്നുള്ള കാര്യം പറയുകയാണ് ലക്ഷ്മി. രാധിക തൻ്റെ മകൻ്റെ ഭാര്യയായിരുന്നു എന്നും ഇതേ തുടർന്ന് അവൾ ഇവനെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു
എന്നുള്ള കാര്യവും ലക്ഷ്മി വ്യക്തമാക്കിയത് കൃഷ്ണയ്ക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടിയാകുന്നു. ഇതോടെ കൃഷ്ണ ആകെ ഭയന്നു പോയിരിക്കുകയാണ്. പക്ഷേ ആ കാര്യമൊന്നും സംസാരിക്കാനല്ല ഇവിടേക്ക് താൻ വന്നത് എന്ന് വ്യക്തമാക്കുന്ന ലക്ഷ്മി മാത്രവുമല്ല, അതൊക്കെ പഴയ കാര്യങ്ങളല്ലേ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. കൃഷ്ണയ്ക്ക് കാഴ്ചശേഷി തിരികെ ലഭിക്കണം. തൻ്റെ മകന് നൽകിയ സഹായത്തിന് പ്രത്യുപകാരം മാത്രമാണ് ഇത്. അതുകൊണ്ട് തന്നെ യാതൊരു ആവശ്യവും ഞങ്ങൾക്ക് തിരികെ വേണ്ട എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതോടെ കൃഷ്ണയും സന്തോഷവാനായിരിക്കുകയാണ്. ഇതേ തുടർന്ന് വീട്ടിലേക്ക് തിരികെ എത്തുമ്പോഴാണ് ഭരത്തിനെയും സിദ്ധുവിനെയും കാത്തുകൊണ്ട് മണിക്കുട്ടി നിൽക്കുന്നത്. രക്ഷപ്പെട്ടുവല്ലേ എന്ന് മണിക്കുട്ടി ചോദിച്ചതിനെ തുടർന്ന്, എടി നീയാണല്ലേ അപ്പോ ഞങ്ങളെ കൊല്ലാനായി ശ്രമിച്ചത് എന്ന് ഭരത് ചോദിക്കുന്നു. കൃഷ്ണയെ കൊല്ലാനുള്ള പ്ലാൻ നിങ്ങൾ ഇട്ടത് ഞാൻ കേട്ടിരുന്നു. ഇനിയും ഇതുപോലുള്ള പ്ലാനുമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കും ഇതുപോലൊരു തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അതിൻ്റെ സൂചനയായിട്ടാണ് ഈ ഡോസ് നിങ്ങൾക്ക് തന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവൻ തന്നെ നഷ്ടമായേനെ. അതുകൊണ്ട് ഇനി നിങ്ങൾ സൂക്ഷിക്കണമെന്ന് മണിക്കുട്ടി ഓർമ്മപ്പെടുത്തി അവിടെ നിന്ന് പോവുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം സിദ്ധുവിനെയും ഭരത്തിനെയും ഞെട്ടിച്ചതിനെ തുടർന്ന് കൃഷ്ണയെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആദ്യം ഇവളെ മറികടക്കണമെന്ന് വ്യക്തമാക്കുന്ന അവർ, അതുകൊണ്ട് തന്നെ ഇവൾ വളരെ വലിയൊരു തലവേദനയാണ് എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ സിദ്ധു ഇവളെ ഒതുക്കാൻ ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയം കൃഷ്ണയ്ക്ക് കാഴ്ചശേഷി തിരികെ ലഭിക്കുകയാണ് എന്നുള്ള കാര്യം അറിയുന്ന ഉമ അത് മുടക്കുന്നതിനായി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. കൃഷ്ണയ്ക്ക് കാഴ്ചശേഷി തിരികെ ലഭിച്ചാൽ തനിക്ക് കൃഷ്ണയുടെ കൂടെ പിന്നെ നിൽക്കാൻ ആവില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു ചതി ചെയ്യുന്നതിനായുള്ള തീരുമാനം ഉമ എടുക്കുന്നത്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.